അവർ 4 പേരും കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പക്ഷിയുടെ ഫോട്ടോ എടുക്കാനായി രാഹുൽ അല്പം പിന്നിലായി നിന്നു. ബാക്കിയുള്ളവർ മുന്നോട്ട് നടന്നുപോയി. പെട്ടെന്ന് രാഹുൽ ഉറക്കെ നിലവിളിക്കുന്നത് കേട്ടു. ഉടൻ തന്നെ അവർ തിരികെ ഓടിയെത്തിയപ്പോൾ കണ്ടത് ഒരു കുഴിയിൽ ബോധമില്ലാതെ കിടക്കുന്ന രാഹുലിനെയാണ്. അർജുൻ വേഗം കുഴിയിലിറങ്ങി രാഹുലിനെ രക്ഷപ്പെടുത്തി. ബോധം തെളിഞ്ഞ രാഹുൽ ഭയന്നുപോയി. താൻ ഇനി കൂടെ വരുന്നില്ലെന്നും തിരികെ പോകുകയാണെന്നും അവൻ പറഞ്ഞു. എന്നാൽ നീ പോയാലും ഞങ്ങൾ ഈ കാട് മുഴുവൻ കണ്ടിട്ടേ മടങ്ങൂ എന്നു പറഞ്ഞ് അർജുനും കൂട്ടരും മുന്നോട്ടു നടന്നു. നടന്നുകയറി അവർ ഒടുവിൽ ഒരു പുഴയുടെ അടുത്തു ചെന്നു. അവിടെ കുറച്ചുനേരം കുളിയും വിശ്രമവുമായി അവർ സമയം ചെലവഴിച്ചു. അതിനിടയിൽ പേളിയും അക്ബറും കൂടി ഓടിക്കളിക്കുന്നതിനിടെ പെട്ടെന്ന് എന്തോ കണ്ടവർ പേടിച്ച് നിലവിളിച്ചു. അവിടേക്ക് അർജുൻ ഓടിച്ചെന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അവിടെ കിടക്കുന്നത് രാഹുലിന്റെ മൃതദേഹമായിരുന്നു. ഇതുകണ്ട് 3 പേരും വലിയ പേടിയിലായി. ഇനി മുന്നോട്ടു പോകണോ എന്നവർ ആലോചിച്ചു. അപ്പോൾ പേളി പറഞ്ഞു, ഇത്രയും ദൂരം നമ്മൾ വന്നതല്ലേ, ഇനി തിരിച്ചുപോയാൽ ഈ യാത്രയ്ക്ക് എന്താണ് രസം? അത് കേട്ടതോടെ അവർ ഭയത്തെ മാറ്റിവെച്ച് വീണ്ടും യാത്ര തുടർന്നു.